ഹലോ കൂട്ടുകാരെ, ലിയോ ടുട്ടു എൻസോ ഊനോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ ഈ ചാനൽ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി പരിചയങ്ങളൊന്നുമില്ല. എങ്കിലും ഞാൻ മീൻകറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയാമേ. ഞാൻ കാണിച്ചു തരാം. ഞാൻ മീൻകറി വെക്കുന്നത് ഇങ്ങനെയാണ്. ചില സമയത്ത് എപ്പോഴും ഒന്നും ഇങ്ങനെ വെക്കാറില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്താണ് വെക്കാറുള്ളത്. ചൂരയൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഇത് മത്തിയാണ് ഞാൻ കറി വെക്കുന്നത്. മത്തി ചെറിയ മത്തിയാണ്. തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റായിട്ട് ഞാൻ ഇടുന്നത് പച്ചമുളകാണ്. ഇതിനകത്ത് ഞാൻ മുളക് ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ പച്ചമുളക് കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ തക്കാളി, പച്ചത്തക്കാളി, അതുപോലെ തന്നെ കരിയാപ്പല, പച്ചമാങ്ങ, ഉപ്പ് ഇത് ചേർത്തിട്ട് ഞാൻ ആദ്യം മീനും കൂടി ചേർത്ത് ഫസ്റ്റ് വേവിച്ചതിന് ശേഷം ഇതെല്ലാം വെന്ത് കഴിഞ്ഞപ്പോഴേ ഫുള്ള് ഇത് റെഡിയായി. ഏകദേശം കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളമേ നമ്മൾ ആദ്യം വെക്കാവൂ, ഇല്ലെങ്കിൽ കുറേ നേരം സ്റ്റൗവിൽ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് ചേർത്ത് ആദ്യം വെച്ചത്. മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ലാസ്റ്റിൽ ചേർക്കുന്നത് തേങ്ങ. ഞാനിതിനകത്ത് ചേർത്തിരിക്കുന്ന തേങ്ങ വറുത്തരച്ചതാണ് കേട്ടോ, പച്ചത്തേങ്ങയല്ല, വറുത്തരച്ച തേങ്ങയാണ് ഞാനിത് ചേർത്തിരിക്കുന്നത്. അപ്പം കറി ഏകദേശം ശരിയായിട്ടുണ്ട്. നിങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടോ? ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാൻ ചാനൽ 3 ദിവസമായി തുടങ്ങിയിട്ട്, അതുകൊണ്ട് എനിക്ക് ഒത്തിരി പരിചയങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക കൂട്ടുകാരെ. അപ്പം അതിനുശേഷം ലാസ്റ്റിൽ തേങ്ങ വറുത്തരച്ചത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുവാണ്. തേങ്ങ വറുത്തരച്ച് ലാസ്റ്റ് ഇത് ആദ്യം നമ്മളെല്ലാം വേവിച്ചിട്ടാണ് കേട്ടോ. തെറ്റ് പറ്റരുത്. ഞാനിങ്ങനെ വെക്കുന്നത് നിങ്ങളിങ്ങനെ വെക്കുമോ എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇത് ടേസ്റ്റിനാവുമോ എന്നറിയില്ല. പച്ചത്തേങ്ങ അരച്ചാലാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. പച്ചത്തേങ്ങ ഉണ്ട്, ഞാൻ അരച്ചില്ല. ഇത് ഞാൻ വറുത്തരച്ച തേങ്ങയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. തേങ്ങ വറുത്തരച്ച് ലാസ്റ്റിൽ തേങ്ങ വറുത്ത് അരച്ചത് കൊണ്ടുവന്ന് ചേർത്ത് നമ്മൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ടേസ്റ്റ് ഉണ്ടാവും അറിയില്ല. ഞങ്ങളുടെ ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. കൂട്ടുകാരെ ഫീഡ്ബാക്ക് അറിയിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.